ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എന്താണ് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ചോറ്റിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരി ഇടണം. പിന്നെ നമുക്ക് കറിക്കുള്ള ഒക്കെ നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് പരിപ്പ് കറി വെക്കാമെന്നാണ്. അതിലേക്കുള്ള സാധനങ്ങൾ ചട്ടി വെച്ചിട്ട് നമുക്ക് കൈക്കിട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പരിപ്പൊക്കെ മുരിങ്ങയില വെച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് കണ്ട് അങ്ങനെ ഒരു കറി ആക്കാനാണ് വിചാരിക്കുന്നത്. മുരിങ്ങയില തലേ ദിവസം ഫ്രിഡ്ജിലാക്കി വെച്ചതായിരുന്നു, കവറിൽ കെട്ടിക്കാണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ടുകാണ്ട് കറിയാക്കാം. അപ്പോൾ ഇതിന് ഒരാൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ അപ്പുറത്ത് കൂടെ പോയി ചൂലൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ് മുറ്റടിച്ച് തരാൻ. ഞാൻ മുറ്റത്തൊക്കെ പോയി എന്ന് വിചാരിച്ച് കണ്ട് ചൂലൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പുറത്ത് കൂടെ വാ. അപ്പം ഇനി നമുക്ക് ആ കറി തീ വെച്ച് കൊടുക്കണം. അതായത് ചോറ് ഇതവിടെ ആയിക്കൊണ്ടിരിക്കണേ, തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ചോറൊന്നും കൂടെ ആയിട്ട് നമ്മൾ കറി ഇതിൽ വെച്ച് കൊടുക്കാം. ഒന്നും കൂടെ ആവാണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പം നമ്മളതിപ്പോൾ കുറേ കണ്ണിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറൊന്നും കൂടെ ആയിട്ട് ചോറ് വാങ്ങായിട്ട് വേണം ഇത് അടുപ്പുമൊക്കെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് കുറച്ച് തിരുമ്പാണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി ഇത് ഇട്ട് കൊടുത്താൽ അതവിടെ റെഡി ആയിക്കോളുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് അരക്കാനുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ അതവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ പണിയിൽ തന്നെ പോവാം. നമുക്കൊരു തേങ്ങ പൊളിച്ചെടുക്കണം. തേങ്ങ ഒക്കെ പൊളിച്ചെടുത്ത് അപ്പോൾ ഒരാൾ തേങ്ങൻ്റെ വെള്ളം വേണമെന്ന് ഇറക്കാണ്ട് പൊട്ടിക്കാൻ വേണ്ടി അരിയ കത്തിയൊക്കെ ഇട്ട് വരികയാണ്. അപ്പോൾ തേങ്ങൻ്റെ വെള്ളം പോക്ക് കൊടുത്ത് ബിസ്മി അല്ലയാ ബിസ്മി പറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറ. വലുനായിട്ട് പോയിക്കോ. അപ്പം നമ്മളെ മരത്തുമെന്ന് മുളകൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ ഒന്ന് പൊഴുത്തിരിക്കുകയാണ്. കുറച്ചൊക്കെ കൃഷി നമുക്ക് ആവശ്യമായതൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഈ മുളകുകൾ ഇതൊക്കെ ഇവിടെ കുറച്ചൊക്കെ ഉണ്ട്. കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ വേറെ കറിവേപ്പില ഇവിടെ ഉണ്ട് വേറെ. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും അകത്തേക്ക് തന്നെ പോവാണ്. ഒരാളിത് ഇവിടെ തേങ്ങ ഒക്കെ എടുത്ത്
തിന്നാൻ തുടങ്ങിയിരിക്കണ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട്. ഒരാളവിടെ പാട്ടൊക്കെ ഇട്ട് ഓളെ ഡ്യൂട്ടി തുടങ്ങിയിരിക്കണേ. അതാണ് നിങ്ങളൊരു പാട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും ഇതിൽ. നമ്മൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ പറഞ്ഞ് മുരിങ്ങയിലൊക്കെ ഇട്ട് കറി തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചോറൊക്കെ വെന്ത് ചോറ് ഊറ്റലും എന്തൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് നമുക്ക് അയില മീനാണ്. അയിലയാണ്. അപ്പം അത് മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ തന്നെ നമ്മൾ മീൻ അടുപ്പം വെക്കാണ് വേവിക്കാൻ. അപ്പോൾ ഇനി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വഴുതന ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കണം. അതിന് വേണ്ടി ചട്ടി വെച്ചിരിക്കണേ. കടകിട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളെ മീൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ, പുറത്ത് പോയിട്ട്. അങ്ങനെ കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് വേവിച്ചെടുക്കാം. കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻ. അപ്പോൾ എല്ലാം നമുക്കിവിടെ ഉച്ചക്കത്തെ ഫുഡെല്ലാം റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.